ഫ്രണ്ട്സ്, കുറച്ചധികം നാളായി നമ്മുടെ ബീഫ് വിത്ത് പഴംപൊരി കോംബോ കാണുമ്പോഴൊക്കെ വിചാരിക്കും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാങ്ങിക്കണം കഴിക്കണം എന്നൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നപ്പോൾ ഇന്ന് വിചാരിച്ചു നമ്മുടെ ബീഫ് വിത്ത് പഴംപൊരി തയ്യാറാക്കിയാലോ എന്ന്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ദിസ് ഇസ് ധന്യ സോണി ആൻഡ് വെൽക്കം ടു അവർ ധന്യാസ് വേൾഡ്. ഞാനിവിടെ മൈദ എടുത്തിട്ടുണ്ട്. മൈദയേക്കാളും കുറവ് അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ടുണ്ട്. 1 ടീസ്പൂണോളം ഷുഗർ ഇട്ടിട്ടുണ്ട്. അതുപോലെ ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ചിലർ ഇതിലോട്ട് സോഡാപ്പൊടിയോ അല്ലെങ്കിൽ ഉഴുന്ന് ഒക്കെ ചേർക്കാറുണ്ട്. ഞാൻ അപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. അരിപ്പൊടിയും മൈദയും പഞ്ചസാരയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ലേശം വെള്ളവും ചേർത്ത് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. നല്ലപോലെ പഴുത്ത പഴം, ഒരു പഴമാണ് എടുത്തിരിക്കുന്നത്. അത് അത്യാവശ്യം മണ്ണുള്ള കാരണം 3 പീസാക്കി കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലപോലെ പഴുത്ത പഴം ആവണം എന്നൊന്നുമില്ല, എൻ്റെ പഴത്തിൽ പഴുപ്പ് കൂടിപ്പോയി എന്നുള്ളൂ. അപ്പോൾ ഞാൻ നമ്മുടെ മാവിലൊക്കെ മുക്കി നല്ലപോലെ വെളിച്ചെണ്ണ മുങ്ങിക്കിടക്കാവുന്ന രീതിയിൽ വറുത്ത് കോരി എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും പഴംപൊരി തയ്യാറാക്കാൻ അറിയാം. അപ്പോൾ ഞാനിന്ന് നമ്മുടെ പഴംപൊരി വിത്ത് ബീഫ് കോംബോ ആയതുകൊണ്ട് വീഡിയോ എടുത്തതാണ്, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എണ്ണയൊക്കെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് ചൂടാവാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ചൂടാവുമ്പോൾ നമ്മുടെ മാവിൽ മുക്കിയ പഴം അതിലോട്ടിട്ട് തിരിച്ചും മറിച്ചും നമുക്ക് വേവിച്ചെടുക്കാം. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കാം. അത്യാവശ്യം ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഫ്ലെയിം കൂടുതലാണ് കരിഞ്ഞു പോകണമെന്ന് തോന്നുകയാണെങ്കിൽ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ഒരു സൈഡ് വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ മറു സൈഡും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കും. അപ്പോൾ ഞാൻ നല്ല വീഡിയോസ് നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു പഴം ഇട്ട് കൊടുത്തത് ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്ത് മാറ്റി അടുത്ത പീസ് ഇതുപോലെ ഞാൻ മാവിൽ മുക്കി വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുത്ത് ഒരു ഭാഗം മൊരിഞ്ഞപ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടി വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ വെന്തതൊക്കെ ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇതിൽ മെയിൻ താരം നമ്മുടെ ബീഫാണ്. അപ്പോൾ നമ്മുടെ ബീഫും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പഴംപൊരി വിത്ത് ബീഫ് കോംബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ ഇന്ന് പണിയൊന്നും എടുക്കണ്ട, വെറുതെ ഇരിക്കുക എന്ന് ചിന്തിക്കുന്ന വീട്ടമ്മമാരുമാണ് ഏറെ കൂടുതലുള്ളത്. ഞാനും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഞാൻ ഇടയ്ക്ക് വിചാരിക്കും ഇതുപോലെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ളത് തയ്യാറാക്കി കഴിക്കാമെന്ന്. നമ്മളെല്ലാവർക്കും വേണ്ടി ഒരുപാട് തയ്യാറാക്കുന്ന ദിവസങ്ങൾ നമ്മൾ തയ്യാറാക്കുന്ന ആ വ്യക്തി അന്ന് കഴിക്കലുണ്ടാവില്ല. കാര്യം കഴിക്കാനുള്ള ഇൻട്രസ്റ്റൊക്കെ പോയിട്ടുണ്ടാവും. ഇതുപോലെ കുറച്ച് മാത്രം തയ്യാറാക്കി കഴിക്കുമ്പോൾ നമുക്കതിൻ്റെ രുചിയോട് കൂടി കഴിക്കാനും തോന്നും. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെടുന്ന ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.